വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസിൻ്റെ ഭാഗങ്ങളാണ് ചർച്ച ചെയ്തത്. ഫംഗ്ഷൻ എന്താണ്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും, എന്താണ് ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാരാമീറ്റേഴ്സ്, ഫോർമൽ പാരാമീറ്റർ, ആക്ച്വൽ പാരാമീറ്റർ, അതോടൊപ്പം തന്നെ പ്രോട്ടോടൈപ്പിംഗ് ഫങ്ഷൻസ്, ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് ടു ഫങ്ഷൻസും നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന വിധവും കണ്ടു. നെക്സ്റ്റ് ടോപ്പിക് വി ആർ ടു ഡിസ്കസ് ഈസ് ദാറ്റ് മെത്തേഡ്സ് ഓഫ് കോളിംഗ് ഫംഗ്ഷൻ. ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന വിധം. ഒരു ഫംഗ്ഷനെ രണ്ട് തരത്തിൽ നമുക്ക് കോൾ ചെയ്യാന്നുള്ളത്. കഴിഞ്ഞ എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട്. അത് ഈ രണ്ട് വിധത്തിൽ ഒന്നിൽ പെടുന്നതാണ് അല്ലേ. ഫംഗ്ഷൻ്റെ രണ്ട് നമ്പർ കൂട്ടുമ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ട് എഴുതിയിരുന്നു, സം എന്നുള്ള ഫംഗ്ഷൻ എഴുതിയിട്ട്, അതുപോലെ തന്നെ പ്രോഡക്റ്റ് എന്നുള്ള ഫംഗ്ഷൻ എഴുതിയിരുന്നു. അതെല്ലാം ഏത് തരത്തിലാണ് വരുന്നത് എന്നുള്ളതാണ് ഈ ഭാഗത്ത് നോക്കുന്നത്. രണ്ട് തരത്തിൽ ഒരു ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. ഒന്ന് കോൾ ബൈ വാല്യൂ മെത്തേഡ്, കോൾ ബൈ value, called by value. Another one is called by reference, called by reference. A function can call by either by value or by reference. ഒരു ഫംഗ്ഷൻ നമുക്ക് ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് കോൾ ചെയ്യുന്നുണ്ട്. ആർഗ്യുമെന്റ്സിൽ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് കോൾ ചെയ്യാം, റെഫറൻസ് യൂസ് ചെയ്തുകൊണ്ട് കോൾ ചെയ്യാം. എന്താണ് ഈ രണ്ടെണ്ണം? അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഫംഗ്ഷനെ കോൾ ബൈ വാല്യൂ വെച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഒരു എക്സാമ്പിൾ നിങ്ങളുടെ ബുക്കിൽ പറയുന്നുണ്ട്. എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ബുക്കിൽ പറയുന്ന ഒരു ഫംഗ്ഷൻ കോൾ ബൈ വാല്യൂ എക്സ്പ്ലെയിൻ ചെയ്യണം. 71-ാമത്തെ പേജിൽ കോൾ ബൈ വാല്യൂ എന്നുള്ള ഭാഗത്ത് ഒരു എക്സാമ്പിൾ, ഒരു ഫംഗ്ഷൻ എഴുതിയിട്ട് കാണിച്ചിട്ടുണ്ട്. ഫംഗ്ഷൻ വോയിഡ് ചേഞ്ച് എന്നുള്ള ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ഞാൻ പറയാം. ചേഞ്ച്, അതിൽ ഒരു ആർഗ്യുമെന്റ് ഉണ്ട്, ഇൻഡ് എൻ. അതിൽ ഉള്ളിൽ ബോഡി പാർട്ടിൽ n ഈക്വൽ ടു n+1, സി ഔട്ട് n ഈക്വൽ ടു n, then /n. then ഈ ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. then താഴെ മെയിൻ എഴുതുന്നു, into main. അതിനുള്ളിൽ ഒരു x എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. then calling function change x, then cout x പ്രിന്റ് ചെയ്യാണ്, x പ്രിന്റ് ചെയ്യുന്നു. നിങ്ങളുടെ ബുക്കിൽ ആഷ് ഇൻക്ലൂഡ് IO സ്ട്രീം ഒന്നും എഴുതിയിട്ടില്ല. അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ സ്വിസ് ചെയ്യാം, വേണമെങ്കിൽ സ്വിസ് ചെയ്യാം. അത് അണ്ടർസ്റ്റുഡ് ആണ്. കാരണം ഇതിൽ പ്രോഗ്രാമിൽ വേണ്ട മിനിമം ഹെഡർ ഫയലുകളാണ്. ഇവിടെ നോക്കുക, ഈ പ്രോഗ്രാമിൽ ചേഞ്ച് എന്നുള്ള പേരിൽ ഫംഗ്ഷൻ, ചേഞ്ച് എന്നുള്ള പേര്, ഇത് മെയിൻ ഫംഗ്ഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഒരു ഫംഗ്ഷൻ എഴുതുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ ആദ്യം എഴുതാം, മെയിൻ ഫംഗ്ഷൻ താഴെ എഴുതാം, മെയിൻ ഫംഗ്ഷൻ മുകളിൽ എഴുതാം, ഫംഗ്ഷൻസ് താഴെ എഴുതാം. പക്ഷെ നോർമൽ രീതി എന്ന് പറയുന്നത് എല്ലാ ഫംഗ്ഷനുകളും ആദ്യം എഴുതി താഴെ മെയിൻ ഫംഗ്ഷൻ എഴുതുന്ന രീതിയാണ് അഡോപ്റ്റ് ചെയ്യാറ്. മെയിൻ ഫംഗ്ഷൻ ആദ്യം എഴുതുകയാണെങ്കിൽ നിർബന്ധമായും ആ ഫംഗ്ഷൻ ഏതൊക്കെ ഫംഗ്ഷൻസ് ഉണ്ടോ പ്രോഗ്രാമിൽ ആ ഫംഗ്ഷൻസ് എല്ലാം തന്നെ എന്ത് ചെയ്യണം, പ്രോട്ടോടൈപ്പ് ചെയ്തിരിക്കണം, അല്ല ഡിക്ലെയർ ചെയ്തിരിക്കണം എന്നുള്ള ഒരു നിബന്ധന ഉണ്ട്. ഇവിടെ നോക്കൂ, എന്താണ് ചേഞ്ച് എന്നുള്ള ഫംഗ്ഷൻ പറയുന്നത്? ഒരു വാല്യൂവിനെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ നോക്കൂ, മെയിൻ ഫംഗ്ഷൻ നോക്കൂ,
ഇൻഡ് എക്സ് ഈക്വൽ 20, എക്സിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, 20 എന്നുള്ള വാല്യൂ അതിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സിൽ എന്തുണ്ട്, 20 ഉണ്ട്. ഇനി നോക്കൂ, ഈ ചേഞ്ച് എന്നുള്ള ഫംഗ്ഷൻ ഇവിടെ ഇല്ലാതിരിക്കും, ഈ കോളിംഗ് ഇല്ല, ഇത് കോളിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ചേഞ്ച് എന്ന് പറഞ്ഞാൽ നേരെ ഈ ഫംഗ്ഷനിലേക്ക് പോകും. ഇറ്റ്സ് എ കോളിംഗ് സ്റ്റേറ്റ്മെന്റ്, കോളിംഗ് അല്ലെ, ഇതാണ് കോളിംഗ് സ്റ്റേറ്റ്മെന്റ്, കോളിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് കോളിംഗ്. അപ്പൊ നേരെ കണ്ടു പോകുന്നു, ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നു, തിരിച്ച് ഇങ്ങോട്ട് വരുന്നു. ഇതാണ് നമ്മുടെ സാധാരണ പ്രൊസീജിയർ. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കോളിംഗ് ഫംഗ്ഷനിൽ കോൾഡ് ഫംഗ്ഷനെ വിളിച്ച് തിരിച്ച് കോളിംഗ് ഫംഗ്ഷനിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. നമുക്കറിയാം കോൾഡ് ഫംഗ്ഷനും കോളിംഗ് ഫംഗ്ഷനും എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പൊ ഇവിടെ ഇതാണ് കോൾഡ് ഫംഗ്ഷൻ, ഇത് കോളിംഗ് ഫംഗ്ഷൻ. കാരണം ചേഞ്ച് ഇതിനുള്ളിലാണ് അല്ലെ, ചേഞ്ച് എന്നുള്ള ഫംഗ്ഷനെ വിളിക്കുന്നത് ഈ ഇതിലാണ്. നോക്കൂ, എക്സ് എന്നുള്ള വാല്യൂ 20 ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലാതെ ഇതില്ലെങ്കിൽ നോക്കൂ, ഇതിനെ ഒഴിവാക്കണം കാലത്തേക്ക്. ഇപ്പൊ എന്താണ് ഇതിന്റെ ഉത്തരം വരിക? എക്സ് ഈക്വൽ ടു 20, സി ഔട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 20 എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്യും അല്ലെ. എക്സിന്റെ വാല്യൂ 20 ആണ്. ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാനുള്ള ഇതാണ്, അത് ജസ്റ്റ് ചേഞ്ച് ബ്രാക്കറ്റിൽ എക്സ്. കാരണം ഒരു ആർഗ്യുമെന്റ് ഉള്ളത് അല്ലെ, ഒരു ആർഗ്യുമെന്റ് ഉള്ളത് നമുക്കറിയാം. This is the actual argument, this is the formal argument. ഈ എക്സിന്റെ വാല്യൂ നേരെ ഇതിലേക്ക് പോകും, എന്നിലേക്ക് പോകും. അപ്പൊ ഇവിടുത്തെ എക്സിന് സമാനമായിട്ടുള്ള ഇവിടുത്തെ വേരിയബിൾ ആണ് അല്ലെങ്കിൽ പാരാമീറ്റർ ആണ് ഇത് n. എന്നിട്ട് നേരെ എന്നിനെ n ഈക്വൽ n പ്ലസ് 1. അപ്പൊ n ഈക്വൽ n പ്ലസ് 1 എത്രയായി? എന്നിന്റെ വാല്യൂ എത്രയായിരിക്കും? എക്സ് ഇങ്ങോട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ എക്സിന്റെ വാല്യൂ 20 ആയിരുന്നു, ആ 20 ആണ് എന്നിലേക്ക് വരുന്നത്. അപ്പൊ എന്നിന്റെ വാല്യൂ 20 ആണ്. n ഈക്വൽ n പ്ലസ് 1 പറഞ്ഞാൽ 20നെ ഒന്ന് കൂട്ടുന്നു, അപ്പൊ എന്തായി? 21 ആയി. സി ഔട്ട് n എത്ര പ്രിന്റ് ചെയ്യാം? 21 അല്ലെ. എന്നിന്റെ വാല്യൂ 21 ആയി മാറി, എന്നിന്റെ വാല്യൂ 21 ആയി മാറി. കഴിഞ്ഞു അല്ലെ, ഫംഗ്ഷൻ കഴിഞ്ഞു. തിരിച്ച് എവിടേക്ക് വരും? എവിടെ നിന്നാണോ കോൾ ചെയ്തത് ആ കോൾ ചെയ്ത സ്ഥലത്തിന് താഴെ. എവിടുന്നാ കോൾ ചെയ്തത്? മെയിൻ ഫംഗ്ഷനോട്. മെയിൻ ഫംഗ്ഷൻ കോൾ ചെയ്ത സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഇതിന് താഴെ എന്താ? സി ഔട്ട് എക്സ്. എക്സ് പ്രിന്റ് ചെയ്യാൻ പറയുന്നു. എക്സ് എത്രയായിരുന്നു? എക്സ് പ്രിന്റ് ചെയ്യാൻ പറയാണ്. അപ്പൊ എക്സിന്റെ വാല്യൂ ഇവിടെ ഉള്ള ഈ എക്സിന്റെ വാല്യൂ 20 വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ എക്സ് പ്രിന്റ് ചെയ്യാൻ പറയുമ്പോൾ 20ഉം n പ്രിന്റ് ചെയ്യാൻ വരുമ്പോൾ 21 വരെ. കാരണം എന്താ? n ഈ ഫംഗ്ഷന്റെ ഉള്ളിലാണ്, എന്നിനാണ് മാറ്റം വരുന്നത്. തിരിച്ചു ഇങ്ങോട്ട് വരുമ്പോൾ എക്സ് എന്ന് പറഞ്ഞ അപ്പൊ മെമ്മറി ലൊക്കേഷനിൽ എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്, n എന്ന് പറഞ്ഞിട്ട് മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. എന്നിൽ മാറ്റം വരുത്തുന്നു അല്ലെ. നമുക്ക് പറയാൻ പറ്റും എന്നും എക്സും ശരിക്കും പറഞ്ഞ ഒരു കണക്ഷൻ ഉണ്ട്. ഒന്ന് ആക്ച്വൽ പാരാമീറ്ററും മറ്റൊന്ന് ഫോർമൽ പാരാമീറ്ററും ആണ്. ആക്ച്വലുള്ള എന്താ വാല്യൂ ആണോ അതാണ് ഇതിലേക്ക് പാസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഫോർമലില് ഒരു ചേഞ്ച് വന്നു അല്ലെ, n ഈക്വൽ n പ്ലസ് 1. ഫോർമലിൽ ചേഞ്ച് വന്നു, എന്നിട്ട് അത് ആ ചേഞ്ച് പ്രിന്റ് ചെയ്തു. തിരിച്ചു വരുമ്പോൾ ആക്ച്വൽ എന്ത് ചെയ്യുന്നില്ല, എഫക്ട് ചെയ്യുന്നില്ല. ആക്ച്വലിൽ നേരത്തെ 20 ആയിരുന്നു, ആ 20 പ്രിന്റ് ചെയ്യും. അപ്പൊ ഇവിടെ ശരിക്കും നമ്മൾ വാല്യൂ പാസ് ചെയ്യണം അല്ലെ. ശരിക്കും പറയാം എക്സ് എന്നുള്ള ഡയറക്റ്റ് വാല്യൂ 20 എന്നുള്ള വാല്യൂ, എക്സ് എന്ന് പറഞ്ഞാൽ 20 ആണല്ലോ, ആ 20 എന്നുള്ള വാല്യൂ എക്സ് 10 എന്നുള്ള വാല്യൂ. അപ്പൊ ഇവിടെ ഇങ്ങനെ കോൾ ചെയ്യുന്ന ഈ വാല്യൂ എക്സാക്ട് വാല്യൂ അല്ലെങ്കിൽ എക്സാക്ട് ആ വേരിയബിളിന്റെ പേര് പറഞ്ഞുകൊണ്ട് കോൾ ചെയ്യുന്ന രീതിയെ പറയുന്ന പേരാണ് കോൾ ബൈ വാല്യൂ. എന്നാൽ വേറൊരു രീതിയാണ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. കോൾ ബൈ റെഫറൻസ്. എന്താണ് ഈ റെഫറൻസ് പറഞ്ഞാൽ? റെഫറൻസ് പറഞ്ഞാൽ അതിന്റെ ഒരു റഫറിങ്, അത് അതിന്റെ ഒരു കോപ്പി തന്നെ. അതിന് കാരണം ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു ഈ കോൾ ബൈ വാല്യൂന്റെ കേസിൽ സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവുക. എന്നാൽ കോൾ ബൈ റെഫറൻസ് ആവുമ്പോൾ മെമ്മറി ലൊക്കേഷൻ ഒന്നും ഉണ്ടാവില്ല, ഒറിജിനൽ സാധനത്തിന് തന്നെ മാറ്റം വരും. അപ്പൊ ഇവിടെ ഇതിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ഫംഗ്ഷന്റെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഈ n എന്ന് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ആൻഡ് ചിഹ്നം കൊടുക്കും. ഇതിന്റെ മീനിങ് എന്താ വെച്ചാൽ ദിസ് ഈസ് എ റെഫറൻസ് വേരിയബിൾ എന്നാണ്. റെഫറൻസ് വേരിയബിൾ, റെഫറൻസ് വേരിയബിൾ. ഈ എക്സ് എന്ന് പറയുന്ന ആക്ച്വൽ ആർഗ്യുമെന്റും n എന്ന് പറയുന്ന ഇവിടുത്തെ ഫോർമൽ ആർഗ്യുമെന്റും ഈ കേസിൽ ഒരൊറ്റ മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. അതായത് ഇപ്പൊ ഇവിടെ എക്സ്
ഈ 20 എന്നുള്ള സ്റ്റോർ ചെയ്യും. അപ്പോൾ എക്സിന് സമാന എക്സിന്റെ അതേ മെമ്മറി ലൊക്കേഷനാണ് എന്നിൽ വരുന്നത്. അപ്പൊ ആക്ച്വലി ഒരു മെമ്മറി ലൊക്കേഷനേ വരുന്നുള്ളൂ. എക്സ് എന്നുള്ള പേരിൽ ഇവിടെ അറിയപ്പെടുന്നു, എൻ എന്നുള്ള പേരിൽ ഇവിടെ അറിയപ്പെടുന്നു. റെഫറൻസ് അതാണ്. n = +1. ഇവിടെ n എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പൊ n = +1. ഇവിടെ x ൽ 20 ഉണ്ടായിരുന്നു, n ൽ എന്താണ് 20 ആണ്. ഇവിടെ പാസ് ചെയ്ത് വരുമ്പോൾ n = +1, 21 ആക്കി n +1. അപ്പൊ n = +1 ഇത് n1 ആണ് അല്ലെ. അപ്പൊ ഇത് 21 ആയി. x ഓഫ് 21 ആണ്. സി ഔട്ട് n എന്ന് പറഞ്ഞാൽ 21 പ്രിന്റ് ചെയ്തു, തിരിച്ചു വരുന്നു. ഇനി ഇവിടെ പറയണം നോക്കൂ, സി ഔട്ട് x = അപ്പൊ x എന്താ, x എന്ന് പറയുന്നത് ഇവിടെ പ്രിന്റ് ചെയ്യാൻ 21 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഫംഗ്ഷനിൽ എന്ത് ചേഞ്ച് വന്നു കഴിഞ്ഞാലും അത് എവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമീറ്ററിന് ഈ കോഡിംഗ് ഫംഗ്ഷനിലും എഫക്റ്റ് വരും. എനി ചേഞ്ച് ഇൻ ദ കോൾഡ് ഫംഗ്ഷൻ ഷുഡ് റിഫ്ലക്ട് ഇൻ ദി കോഡിംഗ് ഫംഗ്ഷൻ ഓൾസോ. അതാണ് ഈ കോൾ ബൈ റെഫറൻസിന്റെ പ്രത്യേകത. നേരെ കോൾ ബൈ വാല്യൂ പറയുമ്പോൾ നമ്മൾ കണ്ടു എന്താണ് കോൾ ബൈ വാല്യൂ എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് ലൊക്കേഷൻസ് ആണ്, രണ്ട് ആർഗ്യുമെന്റ്സ് ആണ്. ഇവിടെ 2 ആർഗ്യുമെന്റ് ആണെങ്കിൽ കൂടി അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരൊറ്റ ഒറിജിനൽ റെഫറൻസ് ലൊക്കേഷൻ ആണ്. അപ്പൊ ഏതൊരു മാറ്റം കോഡിങ്ങിൽ വന്നാൽ അത് കോഡിനെ മാറ്റും, കോഡിന് വന്നാൽ കോഡിങ്ങിനെ മാറ്റും. ദാറ്റ് ഈസ് കോൾ ബൈ റെഫറൻസ്. കോൾ ബൈ വാല്യൂ 2 ഇൻഡിപെൻഡന്റ് ആണ്. അവിടെ എന്ത് ചേഞ്ച് വന്നു കഴിഞ്ഞാലും there is no reflection in the calling function. calling function എന്ത് ചേഞ്ച് വന്നാലും there is no reflection in the calling function. അപ്പൊ എന്താണ്, സെപ്പറേറ്റ് ആണ്, സെപ്പറേറ്റ് കോപ്പിയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നോക്കൂ, അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് തന്നെ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. സ്കൂളിൽ ഒരു സ്റ്റാഫ് പാരന്റ്സ് മീറ്റിംഗ്, നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു പാരന്റ്സ് മീറ്റിംഗ് നടക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ രക്ഷിതാക്കളൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലാസ് ടീച്ചർ ഒരു എന്ത് തരും, ഇൻവിറ്റേഷൻ ലെറ്റർ തരും അല്ലേ. പാരന്റ്സിന് വേണ്ടിയിട്ടൊരു ലെറ്റർ നിങ്ങൾക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് തരും. നിങ്ങളോട് തന്നെ പറയാണ് എന്ത് ചെയ്യാൻ, എല്ലാവരുടെയും അഡ്രസ്സും മാറ്ററൊക്കെ എഴുതിയിട്ട് ഇത് ചെയ്യാൻ, പോസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എത്തിക്കാൻ. അതിനു വേണ്ടി എൻ്റെ കയ്യിലുള്ള, ഞാനിപ്പോൾ ക്ലാസ് ടീച്ചറെങ്കിൽ എൻ്റെ കയ്യിലുള്ള അഡ്രസ്സ് ഒരു പേപ്പറിൽ എല്ലാവരും അഡ്രസ്സ് എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് തരികയാണ്. അത് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ചില മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ ആ ഒറിജിനൽ ഡോക്യുമെന്റ് കണ്ട് അതിലെന്തെങ്കിലും തെറ്റിൽ വരുത്തി അല്ലെങ്കിൽ എന്തെങ്കിലും വെട്ടുകളും തിരുത്തലും കാര്യങ്ങളൊക്കെ വരുത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എനിക്ക് എൻ്റെ കയ്യിലുള്ള തിരിച്ചു കിട്ടുമ്പോഴും എനിക്കും ഉണ്ടാവും അല്ല, എനിക്കത് ഉണ്ടാവും. നേരെ ഞാനത് ഫോട്ടോ കോപ്പി എടുത്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. എൻ്റെ ഒറിജിനലിൽ യാതൊരു പ്രശ്നമല്ല. നിങ്ങൾ എന്ത് തിരുത്തൽ വരുത്തി കഴിഞ്ഞാലും എന്ത് മാറ്റം വരുത്തി കഴിഞ്ഞാലും എൻ്റെ ഒറിജിനലിൽ എന്തുണ്ടാവും അല്ലേ. അപ്പൊ നമ്മൾ സാധാരണ അപേക്ഷാ ഫോമൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരു +1 അല്ലെങ്കിൽ കോളേജിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ടൊരു അപേക്ഷാ ഫോം ഒരു കോളേജിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ ചെയ്യേണ്ടത് എന്താണ്, ആ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒരു ഫോട്ടോ കോപ്പി നമ്മൾ എടുക്കും, എന്നിട്ട് റഫായിട്ടൊന്ന് പൂരിപ്പിച്ച് നോക്കും. കാരണം എന്താ, തെറ്റുകൾ വരാം അല്ലേ. ഒറിജിനലിനെ ബാധിക്കാത്ത വിധത്തിൽ ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് അതിലെന്ത് ചെയ്യും, പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് ഓക്കെയാണ് അതിന് ശേഷമാണ് ഒറിജിനലിൽ എന്ത് ചെയ്യുക, വരുത്തുക. ഞാൻ വെച്ച് നേരിട്ട് തന്നെ നമ്മുടെ ഒറിജിനൽ ഇതിൽ എഴുതാണല്ലോ, ചിലപ്പോൾ നമുക്ക് തെറ്റുകൾ വരും. ആ തെറ്റുകൾ നമ്മൾ ഒറിജിനലിൽ ഉണ്ടാവും. അതേപോലെയാണ്. അതായത് കോൾ ബൈ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, ഒറ്റ ലൊക്കേഷനാണ്. അപ്പൊ അവിടെ ആര് മാറ്റം വരുത്തിയാലും ഇതിൽ മുൻപ് കോൾ ബൈ വാല്യൂ അതല്ല, സെപ്പറേറ്റ് ആണ്. അത് ഫോർമൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ വേറെയാണ്, ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. ആക്ച്വൽ ആർഗ്യുമെന്റിൽ വരുന്ന മാറ്റം ഒരിക്കലും എന്തിൽ എഫക്ട് ചെയ്യില്ല, ഫോർമലിൽ എഫക്ട് ചെയ്യില്ല, തിരിച്ചും ഉണ്ടാവില്ല. അതെന്താ, ബിക്കോസ് സെപ്പറേറ്റ് കോപ്പി ആണ് എന്ത് കോൾ ബൈ വാല്യൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടത്, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കോൾ ബൈ വാല്യൂയും കോൾ ബൈ റെഫറൻസും.
അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഈ എക്സാമ്പിളിനെ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്താൽ ഒന്നുകൂടി പറയാം. ഒരു ഫംഗ്ഷനെ മെത്തേഡ് കോളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. There are two methods of calling a function. There are two methods for calling a function. ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിന് രണ്ട് മാർഗങ്ങളുണ്ട്, രണ്ട് തരമുണ്ട്. ഒന്ന് എന്താണ്? കോൾ ബൈ വാല്യൂ. രണ്ട് കോൾ ബൈ റെഫറൻസ്. Call by reference, call by value are two methods of calling a function. ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിന് രണ്ട് വിധത്തിൽ കോൾ ചെയ്യാം. ഒന്ന് കോൾ ബൈ റെഫറൻസ്, മറ്റൊന്ന് കോൾ ബൈ വാല്യൂ. ഇനി കോൾ ബൈ വാല്യൂ എന്താണ്, കോൾ ബൈ റെഫറൻസ് എന്താണെന്നുള്ളത് വിവരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു എക്സാമ്പിളിൽ ഇത് തന്നെ പറയാം. എന്ത് ചെയ്യുക? ഒരു ഫംഗ്ഷൻ എടുക്കുക, ഒരു മെയിൻ ഫംഗ്ഷൻ എടുക്കുക. അപ്പോൾ മെയിൻ ഫംഗ്ഷനുള്ളിൽ ഒരു വേരിയബിൾ എടുക്കുന്നുണ്ട്, ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ഈ ചെയ്യുന്ന ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് ഇതിൽ കോൾ ബൈ വാല്യൂ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് പാടില്ല? ആൻഡ് പാടില്ല. കോൾ ബൈ റെഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആൻഡ് ചെയ്യണം. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. നമ്മുടെ ഈ കോൾ ബൈ വാല്യൂ കോൾ ബൈ റെഫറൻസിനെയും എക്സ്പ്ലനേഷനിൽ എക്സാമ്പിൾ എഴുതുമ്പോൾ പാരാമീറ്ററിൽ, അത് ഫോർമൽ പാരാമീറ്ററിൽ കോൾ ബൈ വാല്യൂവിൽ ആൻഡ് ഉണ്ടാവില്ല. കോൾ ബൈ റെഫറൻസിൽ ഫോർമൽ പാരാമീറ്ററിൽ ആൻഡ് എന്നുള്ള ചിഹ്നം ഇടണമെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് ഈസ് കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം വേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കമ്പാരിസൺ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 74-ാമത്തെ പേജിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒരു ബോക്സിൽ കാണിച്ചിട്ടുണ്ട്. 74-ാമത്തെ പേജിൽ ടെക്സ്റ്റ് ബുക്കിൽ കോൾ ബൈ റെഫറൻസ്, കോൾ ബൈ വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പാരിസൺ പറയുന്നുണ്ട്. അതും കൂടി നിങ്ങൾ ഇതിൽ പഠിക്കേണ്ടതുണ്ട്. എന്താണ് കോൾ ബൈ വാല്യൂ? കോൾ ബൈ 4 പ്രധാന പോയിന്റുകളാണ്. കോൾ ബൈ വാല്യൂ മെത്തേഡിൽ, കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ 74-ാമത്തെ പേജിൽ ഏറ്റവും ടോപ്പിൽ കോൾ ബൈ വാല്യൂ എന്താണ്, കോൾ ബൈ റെഫറൻസും തമ്മിലുള്ള വ്യത്യാസം പറയുന്നു. എന്തൊക്കെയാണ് നോക്കുക? കോൾ ബൈ വാല്യൂ കോൾ ബൈ റെഫറൻസും തമ്മിലുള്ള വ്യത്യാസം. കോൾ ബൈ വാല്യൂ കോൾ ബൈ റെഫറൻസ് ഓരോ പോയിന്റ് ബൈ പോയിന്റ് നോക്കാം. കോൾ ബൈ വാല്യൂ കോൾ ബൈ റെഫറൻസ്, കോൾ ബൈ റെഫറൻസ്. 4 പോയിന്റാണ്. ഈ 4 പോയിന്റും വ്യക്തമായി മനസ്സിലാക്കി പഠിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടാണ് പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് നോക്കൂ. ഓർഡിനറി വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് ഫോർമൽ പാരാമീറ്റേഴ്സ്. ഓർഡിനറി വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് ഫോർമൽ പാരാമീറ്റേഴ്സ്. ആസ് ഫോർമൽ പാരാമീറ്റേഴ്സ്. അപ്പുറത്ത് പറയണ എന്താ? റഫറൻസ് വേരിയബിൾസ് ആർ യൂസ്ഡ്. റഫറൻസ് വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് ഫോർമൽ പാരാമീറ്റേഴ്സ്. ഫോർമൽ പാരാമീറ്റേഴ്സ്. ഒന്നാമത്തെ പോയിന്റാണ് ഇത് പറയുന്നത്. എന്താണിത്? അതായത് കോൾ ബൈ വാല്യൂവില് ഫോർമൽ പാരാമീറ്റേഴ്സിൽ സാധാരണ വേരിയബിൾ ആണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാലോ, ഞാൻ നേരത്തെ എഴുതിയല്ലോ. ഇപ്പൊ വോയിഡ് ചേഞ്ച് എന്ന് എഴുതിയിട്ട് ഇതിൽ ഇൻഡ് എക്സ് എന്ന് അല്ലെ, എന്റെ എൻ അല്ലെ, എൻ എന്ന് എഴുതി. ഇത് സാധാരണ വേരിയബിളാണ്. എന്നാൽ കോൾ ബൈ റെഫറൻസ് ആകുമ്പോൾ റെഫറൻസ് വേരിയബിൾ എന്ന് പറയാൻ കാരണം അതിന് മുമ്പ് ആൻഡ് എന്ന് എഴുതുന്നതാണ്. അതാണ് ഇവിടെ റെഫറൻസ് വേരിയബിൾ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ, റെഫറൻസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആൻഡ് ചിഹ്നമുള്ളൊരു വേരിയബിൾ, ആൻഡ് ചിഹ്നം ഉപയോഗിക്കും. ഒന്നാമത്തെ പോയിന്റ് കണ്ടതാ, ഫോർമൽ പാരാമീറ്റേഴ്സിൽ സാധാരണ വേരിയബിൾ ആണ് ഉപയോഗിക്കുക. ഏതില്? കോൾ ബൈ വാല്യൂവില്. റെഫറൻസ് മെത്തേഡിലോ റെഫറൻസ് വേരിയബിൾ ആണ് ഉപയോഗിക്കുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. ഇതാണ് ഓർഡിനറി വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് ഫോർമൽ പാരാമീറ്റേഴ്സ് ഇൻ ദ കേസ് ഓഫ് കോൾ ബൈ വാല്യൂ. Reference variables are used
as formal parameters in called by reference. അല്ലേ? ഇനി രണ്ടാമത് ആക്ച്വൽ പാരാമീറ്റേഴ്സ് മേ ബി കോൺസ്റ്റൻസ്, വേരിയബിൾസ് ഓർ എക്സ്പ്രഷൻസ്. ഇവിടെ രണ്ടാമത് ആക്ച്വൽ പാരാമീറ്റേഴ്സ് can be maybe constants, maybe constants or variables or expressions, എന്താണ് നമ്മുടെ ആക്ച്വൽ പാരാമീറ്റർ എവിടെ വരാണ്? അപ്പൊ നമ്മുടെ ഇവിടുത്തെ കേസിലാണ് എക്സാമ്പിൾ നേരത്തെ പറയലേ, ഇതിലാണ് മെയിൻ ഫംഗ്ഷനിലുണ്ടേ ചേഞ്ച്, ഇവിടെ പറയല്ലേ ചേഞ്ച് എക്സ് എന്ന് പറഞ്ഞിട്ടാ പോയത് അല്ലേ. അപ്പൊ ഇവിടെ എന്താവാം ഇതിനുള്ളിൽ ഇനി ചേഞ്ച് എക്സിന് പകരം ചേഞ്ച് 20 എന്നിട്ട് പോവാം. 20 അവിടെ കോൺസ്റ്റന്റ് ആവാം, ആക്ച്വൽ പാരാമീറ്റേഴ്സ് കോൺസ്റ്റന്റ് ആവാം, വേരിയബിൾസ് ആവാം, എക്സ് കൊടുക്കാം. അതുതന്നെ എക്സ്പ്രഷനും ആവാം, ഫോർമുലാസ് ഒക്കെ അപ്ലൈ ചെയ്യാം, അതല്ലേ അതിന് ആവശ്യമായിട്ടുള്ള എക്സ്പ്രഷൻസ് വരാം. രണ്ടാമത്തെ സെക്ഷൻ തന്നെ ഇവിടെ വരുന്നത് റഫറൻസ് വേരിയബിൾ ആണെങ്കിൽ, റഫറൻസ് ആണെങ്കിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഷുഡ് ബി വേരിയബിൾ, അതായത് will be variable അല്ലേ. നമുക്ക് പറയുന്നത് ആക്ച്വൽ പാരാമീറ്റേഴ്സ് will be variables only. Actual parameters will be variables only. Actual parameters will be variables. അതായത് called by reference ആണെങ്കിൽ ഇവിടെ എന്ത് പാടില്ല, 20 വെച്ചിട്ടോ 20 എന്ന് പറയാൻ പാടില്ല, കോൺസ്റ്റന്റ് വരാൻ പാടില്ല, എക്സ്പ്രഷൻ വരാൻ പാടില്ല. ഇങ്ങനത്തെ ഈ വേരിയബിൾസ് മാത്രമേ പാടുള്ളൂ. ഏതിന്റെ കേസിൽ ഫോർമുല അല്ല, ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഷുഡ് ബി, അതായത് ആക്ച്വൽ പാരാമീറ്റേഴ്സ് വിൽ ബി വേരിയബിൾസ് ഓൺലി ഇൻ കോൾഡ് ബൈ റെഫറൻസ്. കോൾഡ് ബൈ വാല്യൂ ആവുമ്പോൾ എന്ത് വേണ്ടുന്നില്ല, വേരിയബിൾസ് ആവാം, കോൺസ്റ്റൻസ് ആവാം, അതോടൊപ്പം തന്നെ എക്സ്പ്രഷൻസും ആവാം. ഇത് സെക്കൻഡ് പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ഏതാണ്? ഞാൻ പറഞ്ഞ കാര്യമാണ്. The changes made in the formal argument do not reflect in the actual argument. മൂന്നാമത്തെ പോയിന്റ്, the changes made in the formal arguments do not reflect in the actual arguments. Do not ഇപ്പുറത്ത് എഴുതുമ്പോൾ എന്താണ്? Do reflect the changes made in the formal arguments do reflect in the actual arguments. അല്ലേ? ഇവിടെ എന്താണ്? കോൾഡ് ബൈ വാല്യൂല് ആക്ച്വൽ ആർഗ്യുമെന്റ്, ഫോർമൽ ആർഗ്യുമെന്റ്സിൽ വരുന്ന മാറ്റം ആക്ച്വൽ ആർഗ്യുമെന്റ്സിൽ റിഫ്ലക്ട് ചെയ്യില്ല എന്ന് പറയുന്നത്. ചേഞ്ചസ് മെയ്ഡ് ഇൻ ദ ഫോർമൽ ആർഗ്യുമെന്റ്സിൽ വരുന്ന മാറ്റം ഡു നോട്ട് റിഫ്ലക്ട് ചെയ്യപ്പെടുന്നില്ല എവിടെ? ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് എന്താ അറിയാലോ, ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് എന്താ അറിയാലോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്താണ്, ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്താണ് എന്ന കൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് ഇവിടെ വ്യക്തമാവുള്ളൂ. ഫോർമൽ ആർഗ്യുമെന്റ്സ് പറഞ്ഞാൽ those arguments in called function. Then what is called function? അത് മനസ്സിലാവും. അപ്പോഴേ called functionന്റെ വില എന്ന് പറയുമ്പോൾ ക്ലിയർ ആവുള്ളൂ. അതന്നെ
ഫോർമൽ ആർഗ്യുമെന്റ്സ് പറഞ്ഞു. ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്താണ്? ആക്ച്വൽ ആർഗ്യുമെന്റ്സ് പറഞ്ഞാൽ വേരിയബിൾസ് ഇൻ കോളിയം ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? ഫോർമൽ ആർഗ്യുമെന്റ്സിൽ വരുന്ന മാറ്റം ആക്ച്വൽ ആർഗ്യുമെന്റ്സിനെ ബാധിക്കില്ല. ഇവിടെ അതല്ല. ഫോർമൽ ആർഗ്യുമെന്റ്സിൽ വരുന്ന മാറ്റം റിഫ്ലക്ട് ചെയ്യപ്പെടും. എവിടെ? ആക്ച്വൽ ആർഗ്യുമെന്റ്സിൽ, മെയിൻ ഫംഗ്ഷനിലും. നേരത്തെ ചേഞ്ച് ഉള്ള ഫംഗ്ഷനിൽ വരുന്ന മാറ്റം മെയിനെ ബാധിച്ചു അല്ലെ? അവിടെ എന്നിൽ മാറ്റം വന്നപ്പോൾ എക്സിനും ബാധിച്ചു, ആണല്ലേ? ചേഞ്ച് ഉള്ള ഫംഗ്ഷനിൽ എൻ ഉണ്ടായിരുന്നു, എന്നിൽ ഒരു എന്നിന് എക്സ്പ്രഷൻ കൊടുത്തപ്പോൾ ഇവിടെ അപ്പുറത്തുള്ള എക്സിനെയും ബാധിച്ചു. എന്നാൽ കോൾ ബൈ വാല്യൂ ആകുമ്പോൾ എന്ത് ചെയ്തില്ല? രണ്ടാണ്, എന്ന് വേറെ എക്സ് വേറെ. ഓക്കെ, then last one is exclusive memory location. Memory allocation is required for formal arguments. Exclusive memory location is required for formal arguments. Next, here memory of actual arguments is shared by formal arguments. എന്താണ് പറയുന്നത്? എക്സ്ക്ലൂസീവ് മെമ്മറി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ. കോൾ ബൈ വാല്യൂ ആകുമ്പോൾ ഫോർമൽ ആർഗ്യുമെന്റ്സിലും ആക്ച്വൽ ആർഗ്യുമെന്റ്സിലും സെപ്പറേറ്റ് എക്സ് വേറെ എന്ന് വേറെയാണ്. ഞാൻ പറഞ്ഞത് ആണ് എക്സ്ക്ലൂസീവ് ആണ്, സെപ്പറേറ്റ് ആണ്, എക്സ്ക്ലൂസീവ് ആണ്. അത് ഒറ്റയ്ക്കാണ്. ഓരോന്നും അതായത് മെയിൻ ഫംഗ്ഷന് വേറെയാണ്, ഇവിടുത്തെ ചേഞ്ച് ഉള്ള ഫംഗ്ഷൻ വേറെയാണ്. അത് ഫോർമൽ ആർഗ്യുമെന്റ്സ് വേറെ മെമ്മറി ലൊക്കേഷൻ, ആക്ച്വൽ ആർഗ്യുമെന്റിന് വേറെ മെമ്മറി ലൊക്കേഷൻ. എന്നാൽ ഇവിടെ അല്ല, മെമ്മറി ലൊക്കേഷൻ ഷെയർ ചെയ്യപ്പെടുകയാണ്. എക്സും അല്ലെ, എക്സും എന്നും മുതൽ എക്സ് ഫോർമലിൽ ഉപയോഗിക്കുമ്പോൾ ഫോർമലിന്റെ, ആക്ച്വലിൽ ഉപയോഗിക്കുമ്പോൾ ആക്ച്വൽ. പക്ഷേ മെമ്മറി ഓഫ് ദ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ഈസ് ഷെയർഡ് ബൈ ഫോർമൽ. ആക്ച്വൽ ആർഗ്യുമെന്റ്സും ഫോർമൽ ആർഗ്യുമെന്റ്സും മെമ്മറി ഷെയർ ചെയ്യുന്നു. ഇവിടെ അങ്ങനെയല്ല, ആക്ച്വൽ ആർഗ്യുമെന്റ്സും ഫോർമൽ ആർഗ്യുമെന്റ്സും എന്താണ്? സെപ്പറേറ്റ് ആണ്. ഫോർമൽ ആർഗ്യുമെന്റ് സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ ആണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഇതാണ് 4 പോയിന്റ്, 4 വ്യത്യാസം. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം, വളരെ പ്രധാനപ്പെട്ടാണ് ഇത് മനസ്സിലാക്കുക. എന്തൊക്കെയാണ്? കോൾ ബൈ വാല്യൂല് ഓർഡിനറി വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് ഫോർമൽ പാരാമീറ്റേഴ്സ്. സാധാരണ വേരിയബിൾസ് ആണ് ഫോർമൽ പാരാമീറ്റർ ആയി ഉപയോഗിക്കുന്നത്. ഇവിടെ കോൾ ബൈ റെഫറൻസ് ആകുമ്പോഴോ റെഫറൻസ് വേരിയബിൾസ് ആണ് ഫോർമൽ പാരാമീറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ actual parameters may be constants, variables or expression. Actual variables എന്താണ്? നമുക്ക് കോൺസ്റ്റന്റ് ഉപയോഗിക്കാം, എക്സ്പ്രഷൻ ഉപയോഗിക്കാം, വേരിയബിൾസ് ഉപയോഗിക്കാം. എന്നാൽ കോൾ ബൈ റെഫറൻസിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സ് അല്ലെ, ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയുന്നത് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഒന്നാണ് കേട്ടോ. അപ്പൊ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞത് വരും, ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞത് ഉപയോഗിച്ചത് വരും. രണ്ടും ഒന്നാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ആക്ച്വൽ പാരാമീറ്റേഴ്സ് വിൽ ബി വേരിയബിൾസ് ഓൺലി. ചിലടത്ത് പാരാമീറ്റർ എഴുതിയിട്ടുണ്ടാവും, ചിലടത്ത് ആർഗ്യുമെന്റ്സ് എഴുതിയിട്ടുണ്ടാവും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതാം. രണ്ടും അതേ കാര്യമാണ്. The changes made in the formal argument, ഇവിടെ formal arguments എഴുതി. Parameters എഴുതാം. Formal arguments do not reflect in the actual arguments. ഇവിടെയോ changes made in the formal arguments do reflect in the actual arguments. Exclusive memory allocation is required for formal arguments. Separate memory allocation വേണം. ഇവിടെ അല്ല, memory of actual arguments is shared by formal arguments. രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ചെയ്യണമെന്നാണ്. ഇതാണ് കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്. ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് 2 തരത്തില്, 2 മെത്തേഡിൽ കോൾ ചെയ്യാം. ഒന്ന് കോൾ ബൈ വാല്യൂ മെത്തേഡ്, കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. രണ്ടും എഴുതുന്ന ഒരേ രീതിയിലാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കോൾ ബൈ റെഫറൻസ് ആണോ കോൾ ബൈ വാല്യൂ ആണെന്ന് ഒറ്റ നടത്തിൽ പറയാൻ പറ്റും. എങ്ങനെയായിരിക്കും? കോൾ ബൈ റെഫറൻസ് ആണെങ്കിൽ കോൾഡ് ഫംഗ്ഷൻ, പറയുന്ന വാചകം പ്രത്യേകം ശ്രദ്ധിക്കുക. കോൾ ബൈ റെഫറൻസ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്.
ആ പ്രോഗ്രാമിൽ കോൾ ബൈ റെഫറൻസ് മെത്തേഡാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ എന്ത് ഇൻഡിക്കേഷൻ ഉണ്ടാവുക? കോൾ ബൈ റെഫറൻസ് ആണെങ്കിൽ എഴുതിയ പ്രോഗ്രാമിലെ ഫങ്ഷനിൽ ഫോർമൽ ആർഗ്യുമെന്റ്സിന്റെ കൂടെ ഒരു ആൻഡ് ഉണ്ടാവും. ഓർത്തു വെക്കുക, ചേഞ്ച് എന്നുള്ളതിന്റെ ഫംഗ്ഷനിൽ ഇൻഡ് ആൻഡ് എന്നെഴുതി. എന്നാൽ കോൾ ബൈ വാല്യൂ ആണെങ്കിൽ ആ ആൻഡ് ഉണ്ടാവില്ല. ഇതാണ് വ്യത്യാസം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൾ ചെയ്യണ സമയത്ത് കോൾ ബൈ റെഫറൻസ് ആണെങ്കിൽ കോൺസ്റ്റന്റോ എക്സ്പ്രഷൻസോ പാടില്ല, വേരിയബിൾസ് മാത്രമേ പാസ് ചെയ്യാവൂ. എന്നാൽ കോൾ ബൈ വാല്യൂ ആണ് അത് പറ്റും. ഓക്കെ, ഇതാണ് എന്ത് കോൾ ബൈ റെഫറൻസും കോൾ ബൈ വാല്യൂ എന്നുള്ളതും. ഇതാണ് ശരിക്കും ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, മെത്തേഡ്സ് ഓഫ് കോളിംഗ് ഫംഗ്ഷൻ. ഈ മെത്തേഡ്സ് ഓഫ് കോളിംഗ് ഫംഗ്ഷൻസ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫംഗ്ഷൻ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എന്നുള്ള ഭാഗം തുടങ്ങിയത് മുതലുള്ള കാര്യങ്ങൾ മനസ്സിലായേ പറ്റും. ഫംഗ്ഷൻ എന്താണ്, ഇങ്ങനെ ഡിഫൈൻ ചെയ്യുക, എന്താണ് ഡെഫിനേഷൻ, എന്താണ് ആർഗ്യുമെന്റ്സ്, എന്താണ് ഫോർമൽ ആർഗ്യുമെന്റ്സ്, എന്താണ് ആക്ച്വൽ ആർഗ്യുമെന്റ്സ്, എന്താണ് കോളിംഗ് ഫംഗ്ഷൻ, എന്താണ് കോൾഡ് ഫംഗ്ഷൻ, എന്താണ് കോളിംഗ് ഫംഗ്ഷൻ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായാൽ മാത്രമേ ഇത് ക്ലിയർ ആവൂ. That's about the topic, methods of calling function. Next, one more topic in this chapter is scope and life of variables functions. That will be discussed in another class. Okay, bye.